കൊച്ചി ടു ബാംഗ്ലൂർ 550 കിലോമീറ്റർ ഡ്രൈവ് ഓൺ ടാറ്റ നെക്സോൺ EV. ഇന്നത്തെ നമ്മുടെ റീലിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് EV എക്സ്പീരിയൻസ്, ചാർജിങ് എക്സ്പെൻസ്, ചാർജ് ചെയ്യാത്ത ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. നമ്മളങ്ങ് തൃശ്ശൂർ EV ഷോറൂമിൽ കയറി നമ്മൾ ഫുൾ ചാർജ് ചെയ്തു. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് EV ഷോറൂമിൽ കയറി നമ്മൾ ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈവ് ഒരു നോർമൽ IC കാർ അല്ലെങ്കിൽ പെട്രോൾ കാർ യൂസ് ചെയ്താൽ ഡീസൽ കാർ യൂസ് ചെയ്താൽ നമ്മൾ വണ്ടി യൂസ് ചെയ്യും. അത്യാവശ്യം നല്ല പീസ്ഫുൾ ഡ്രൈവ്. സംടൈംസ് നമ്മൾ നല്ല പൊളി പൊളിച്ചൊക്കെ വണ്ടി ഓടിച്ച്. EV എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കംഫർട്ടാണ്. സേലം കഴിഞ്ഞ് അറൗണ്ട് 60 കിലോമീറ്റർ കഴിഞ്ഞ് 120 kW നമുക്കൊരു സിയോൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഫാസ്റ്റ് ചാർജ് ചെയ്തത്. അറൗണ്ട് ഒരു 45 to 50 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ അറൗണ്ട് 950 rupees ആയിട്ട് നമുക്ക് അതിന് ചാർജിങ് എക്സ്പെൻസ്. ഒരു ഈവനിങ് സെക്ഷനിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ബർഗർ കിങ് കയറി നല്ലൊരു ബർഗറൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം വയറൊക്കെ നിറച്ച് നമ്മളൊരു ഈവനിങ് സെക്ഷനോട് ഒരു 7:30 ഒക്കെ ആയപ്പോൾ ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്ക് അറൗണ്ട് 48% ചാർജ് ബാലൻസും ഉണ്ട്. 167 കിലോമീറ്റർ അടുത്ത് റേഞ്ചും ഉണ്ട്. അത്യാവശ്യം ബാംഗ്ലൂർ കറങ്ങാനൊക്കെ നമുക്ക് ഇത് തന്നെ മതി. കൊച്ചി ടു ബാംഗ്ലൂർ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയത് ഫാസ്റ്റ് ചാർജിങ് 1000 rupees, ചാർജിങ് 950, ഫുഡിന് 500, 2 പേർക്കാണ്. അപ്പം നിങ്ങളുടെ ഒരു നോർമൽ IC അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ കാറും കൊണ്ട് നിങ്ങൾക്ക് 550 കിലോമീറ്റർ പോകണമെങ്കിൽ നിങ്ങൾക്ക് എത്ര എക്സ്പെൻസ് ആകും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ.